പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരു അനുഗ്രഹമേറിയ ഒരു പ്രഭാതയാമം കൂടെ കാണുവാൻ തക്കണം സ്വർഗത്തിലെ വലിയനായ ദൈവം നമുക്ക് സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ഇന്നലെയെ കണ്ടവർ ഇന്നത്തെ പ്രഭാതമില്ലാതെയാകുമ്പോൾ, അനേകർ മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ, ദൈവമായ കർത്താവ് നമ്മയൊക്കെയും കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയെന്ന് ഓർക്കുമ്പോൾ ആ ദൈവത്തെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. കർത്താവിൻ്റെ ആ വലിയൊരു സ്നേഹവും കരുതലും നമ്മളോടുള്ള ആ വലിയ ദയവും മാത്രമാണ് പ്രിയരെ. നമ്മുടെ ആരുടെ പുകഴ്ചകളോ പുണ്യപ്രവൃത്തികളോ ഒന്നും നമുക്ക് പറയുവാനായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളെ എല്ലാവരെയും കാണുവാനും സന്ധിക്കുവാനും കർത്താവ് എനിക്ക് സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ആண்டവരിன் இரட்சகரமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்களை அனைவரையும் இந்த காலை நேரம் உங்களை அன்புடன் வரவேற்கிறேன், வாழ்த்துகிறேன். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഈ പ്രഭാതയാമത്തിൽ ഒരു ചെറിയ ചിന്തയുമായി ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഒരു പ്രഭാതയാമം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്ന രാജ. എത്രയോ അനേകായിരങ്ങൾ മരിച്ചു മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി, അനേകർ അകാല മരണങ്ങൾക്കിരയായി തീർന്നപ്പോൾ കർത്താവേ, ഞങ്ങളെയൊക്കെ ഈ ഒപ്പച്ചൻ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചത് ഞങ്ങളുടെ ആരുടെയും പുണ്യപ്രവൃത്തികൾ നീതിപ്രവൃത്തികൾ കണ്ടുകൊണ്ടല്ല, പിന്നെയോ ആ കാൽവറി ക്രൂസിലെ മഹാസ്നേഹവും കരുതലും ഒന്ന് മാത്രമാകിയാൽ അങ്ങേ കോടിക്കോടി നന്ദി ഞങ്ങൾ അർപ്പിക്കുന്ന കർത്താവേ, സ്തോത്രം. ഇന്നത്തെ പ്രഭാതത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് അങ്ങ് മാനിച്ച് ഞങ്ങൾ വാഴ്ത്തി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പമായി അല്പനിമിഷം തിരുവചനമായി നിൽപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിറങ്ങി വന്ന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരെ കർത്താവ് ഒരുക്കണമേ, അതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേക ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ ആഴമേറിയ സത്യം കടന്നു ചെല്ലട്ടെ. കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിനായി ജീവിക്കുവാൻ, കർത്താവിനായി ഒരുങ്ങുവാൻ, വിശുദ്ധിയോട് വേർപാടോടുകൂടി ഞങ്ങൾക്കായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാലങ്ങ് നിറച്ചുകൊള്ളണമേ കർത്താവ്. സകലത് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ് അരുമ രക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, അല്പനിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ദൈവഹിതത്തിനായി സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതത്തിനായി സമർപ്പിക്കുക. കർത്താവിൽ പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേകർ കർത്താവിനെ പിന്തുടരുന്നത് കാണുവാനായിട്ട് കഴിഞ്ഞു. എന്തിനു വേണ്ടി എന്ന് നമ്മൾ ചിന്തിച്ചാൽ, അനേകർക്ക് വചനം കേൾക്കണമായിരുന്നു, രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ആഹാരം, കർത്താവിൻ്റെ കൂടെ നടന്നാൽ നമുക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ പലവിധമാകുന്ന ചിന്തകളിലൂടെ അനേകർ യേശുവിനെ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ജനത്തിരക്കിൽ നിന്നും കർത്താവ് ഒന്ന് ഒഴിഞ്ഞിരിപ്പാൻ കർത്താവ് ശ്രമിച്ചതായിട്ട് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് തിരഞ്ഞെടുത്തത് ഒരു മരുപ്രദേശം എന്നാണ് അവിടെ വായിക്കുന്നത്. ഞാനിപ്പോൾ അത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും കർത്താവ് അങ്ങനെ ആഗ്രഹിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവിനെ എപ്പോഴും ചുറ്റിപ്പറ്റി കർത്താവിൻ്റെ കൂടെ എപ്പോഴും വലിയൊരു ജനത്തിരക്കുള്ളതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ജനത്തിരക്ക് കാണുമ്പോൾ, ജനങ്ങളെ കാണുമ്പോൾ കർത്താവ് ഉടൻ തന്നെ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങും. കർത്താവിൻ്റെ ശുശ്രൂഷ കർത്താവ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് നമുക്ക് പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അതുമാത്രമല്ല, കർത്താവിൻ്റെ കൂടെ വരുന്നവർക്ക് ആഹാരം കൊടുക്കണം, അവർക്ക് ഭക്ഷണം വേണം. അതിനുവേണ്ടി കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തന്നെ ആ ദൗത്യം ഏൽപ്പിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്നാണ് കർത്താവ് അവരോട് പറയുന്നത്. എന്നാൽ ഈ സമയം ശിഷ്യന്മാർ ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? നിങ്ങൾ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും കൈവശം എന്തെങ്കിലും ഉണ്ടോ എന്ന്
കർത്താവ് ശിഷ്യന്മാർ അങ്ങനെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അവിടെ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും താൻ കരുതിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ വിഷയം ദൈവഹിതത്തിനായി സമർപ്പിക്കുക എന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും താൻ കരുതിയിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? നമുക്ക് അത് വിശദമായിട്ട് അല്പം ഒന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് വളരെ അനുഗ്രഹം തന്നെയായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഒരമ്മ അമ്മ തൻ്റെ മകനെ യേശുവിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന. ഒരമ്മ യേശുവിൻ്റെ അരികിലേക്ക് തൻ്റെ മകനെ പറഞ്ഞയക്കുകയാണ്. എന്നാൽ പറഞ്ഞയക്കുമ്പോൾ ഈ അമ്മ വെറും കൈയോടെ അല്ല മകനെ പറഞ്ഞയക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയരെ? നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് 5 അപ്പവും 2 മീനും കൂടെ ഈ അമ്മ മകൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മകൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അമ്മ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മകൻ യേശുവിൻ്റെ അരികിലേക്കാണ് പോകുന്നത്, എന്നാലും എൻ്റെ മകൻ വിഷമിക്കരുത്, ആഹാരത്തിന് ബുദ്ധിമുട്ടരുത്, അവന് വിശക്കരുത് എന്നുള്ള ഒരു ചിന്ത അമ്മയ്ക്കുണ്ടായിട്ട് അമ്മ എന്താണ് ചെയ്യുന്നത്? മകൻ്റെ കയ്യിലേക്ക് 5 അപ്പവും 2 മീനും കൂടെ ചേർത്ത് കൊടുത്തു വിടുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അങ്ങനെ ഈ മകൻ ഈ യേശുവിൻ്റെ അരികിലേക്ക് എത്തുകയും ആ സമയത്താണ് ശിഷ്യന്മാർ ഈ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി അവിടെ എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുന്നത്. എന്നാൽ അവരുടെ ശ്രദ്ധയിൽ ഈ മകനെ പെടുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 6:9 മുതൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ മകൻ എന്താണ് ചെയ്തത്? ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഭക്ഷണം, അവന് വേണ്ടി വെച്ചിരുന്ന ഈ ഭക്ഷണം, അവൻ്റെ അമ്മ അവന് വേണ്ടി കരുതിയിരുന്ന ഈ ഭക്ഷണം എടുത്ത് ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരു സമർപ്പണമുള്ള ഒരു മകനെയും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഫസ്റ്റ് നാം ചിന്തിക്കുന്നത് ഈ അമ്മയെക്കുറിച്ചാണ്. അമ്മ ഈ മകനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ യേശുവിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിടുന്ന അമ്മ വെറും കൈയോടെ മകനെ വിടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ ഭക്ഷണവുമായിട്ട് അവനെ പറഞ്ഞു വിടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, യേശുവിൻ്റെ അരികിലേക്കാണ് പറഞ്ഞു വിടുന്നത്. ഹല്ലേലൂയ. നാം ചിന്തിച്ചു കൊള്ളണമേ, യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നവർ ആരും തന്നെ വെറും കൈയോടെ കടന്നു വരരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വെറുമയായി പോകേണ്ടതായിട്ട് വരും. എന്നാൽ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് നമ്മളെ ചിന്തിക്കും, കർത്താവ് നമ്മളെക്കുറിച്ച് ഓർക്കും, നമ്മുടെ പക്കൽ എന്തുണ്ട് എന്ന്. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലുള്ളതിനെ വർദ്ധിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. ഗ്ലോറി. ഹല്ലേലൂയ. ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് പ്രഭാതവേളയിൽ നാം ചിന്തിച്ചു കൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ അരികിലേക്ക് നാം കടന്നു വരും നാം വെറും കൈയോടെ കടന്നു വരരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പക്കൽ എന്തുണ്ടെന്ന് കർത്താവ് ഹല്ലേലൂയ ചിന്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്, നമ്മുടെ പക്കൽ എന്തുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഈ ബാലൻ്റെ കയ്യിലുണ്ടായിരുന്ന അപ്പക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ അപ്പത്തെ ഈ ശിഷ്യന്മാർ എന്താണ് ചെയ്തത്? യേശുവിൻ്റെ അരികിലേക്ക് എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ അരികിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എത്ര വലിയൊരു ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് നാം ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് എന്താണ് ചെയ്തത്? ഈ അപ്പത്തെ എടുത്ത് കഷ്ണങ്ങളാക്കി വാഴ്ത്തി, ഹല്ലേലൂയ, അപ്പത്തെ എടുത്ത് ശിഷ്യന്മാരുടെ കരങ്ങളിൽ കൊടുത്തിട്ട്, ഹല്ലേലൂയ, യേശു കർത്താവ് പറയാണ്, ഇതിനെ നിങ്ങൾ പന്തിയിൽ നിങ്ങൾ വിളമ്പുവീൻ അല്ലെങ്കിൽ കൊടുപ്പീൻ എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമേ. ഹല്ലേലൂയ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് വന്ന ഈ അപ്പക്കഷ്ണങ്ങൾ കർത്താവ് അതിനെ വാഴ്ത്തി, കർത്താവ് അതിനെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വന്നിരുന്നവർ പുരുഷന്മാർ തന്നെ 5000 പേരുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഹല്ലേലൂയ. 5000 പേരോളം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, ഹല്ലേലൂയ. ഈ 5000 പുരുഷന്മാരും അവരുടെ സ്ത്രീകൾ, അവരുടെ കുട്ടികളെയൊക്കെ ആലോചിച്ച് നോക്കിയാൽ അതിലേറെ ജനങ്ങൾ അവിടെ കൂടി വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. അവർ പന്തിയിൽ കൊടുത്തു. എന്നാൽ 5000 പേർ അവർ ഭക്ഷിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അവിടെ കൂടി വന്നവർ ഭക്ഷിച്ചതിന് ശേഷം 12 കൊട്ടയോളം നിറച്ചെടുക്കുവാൻ സാധിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നവരെ കർത്താവ് ഒന്ന് നുറുക്കും. കർത്താവ് അതിനെ നുറുക്കി, ഹല്ലേലൂയ, കർത്താവ് അതിനെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നത് നാം അറിഞ്ഞുകൊള്ളണമേ. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, ഇവിടെ ഈ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ച് ഈ പൈതൽ അമ്മയുടെ അരികിലേക്ക് കടന്നു പോവുകയാണ്.
ഹല്ലേലൂയ. അമ്മയുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അമ്മയോട് ഈ നടന്ന വിഷയങ്ങളെല്ലാം ഈ മകൻ അമ്മയോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മ ഈ മകൻ്റെ കയ്യിലിരിക്കുന്ന സഞ്ചി അല്ലെങ്കിൽ ഈ ബാഗിലിരിക്കുന്ന അപ്പങ്ങൾ കണ്ടപ്പോൾ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നത് വെറും 5 മീനും 5 അപ്പവും 2 മീനുമാണ് കൊടുത്തുവിട്ടത്. എന്നാൽ ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ബാഗ് നിറയെ അപ്പവും മീനുമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അമ്മയ്ക്ക് അതിശയം തോന്നി. എന്താണ് സംഭവിച്ചത്? ഈ അമ്മയോട് ഈ മകൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഈ പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം ഈ അവസാനം ഈ മകൻ അമ്മയോട് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അമ്മേ, നാം യേശുവിന് കൊടുത്തതെല്ലാം ഇങ്ങനെ വർദ്ധിപ്പിക്കുമല്ലേ? ഹല്ലേലൂയ. മകൻ്റെ ആ ചെറിയ ചിന്തയിൽ അവൻ ചോദിക്കുക. ഞാനൊരു ചരിത്ര പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മകൻ അമ്മയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. അമ്മേ, നമ്മ യേശുവിന് കൊടുക്കുന്നതെല്ലാം ഇങ്ങനെ വർദ്ധിപ്പിച്ച് തരുമല്ലേ? ഹല്ലേലൂയ. നമ്മ എന്തും ഇതുപോലെ വർദ്ധിപ്പിക്കുമോ എന്ന ഈ മകൻ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം കൂടുതൽ ലഭിക്കേണ്ടതിന് വേണ്ടി അല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നാം കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഇന്നേക്ക് അനേകരുടെ ജീവിതത്തിൽ അവർ കൊടുക്കുന്നത്, അനേക സഭകളിൽ അനേക ദൈവദാസന്മാർ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കൊടുത്താൽ അത് നമുക്ക് വർദ്ധിച്ചു തരും, കൊടുത്താൽ അത് നമുക്ക് അധികമായി തരും, അധികമായി ലഭിക്കുമെന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കേൾക്കുവാൻ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെയല്ല. ദൈവത്തിന് കൊടുത്താൽ അത് മനസ്സാലെ കൊടുക്കണം. കൊടുക്കുന്നത് മറ്റുള്ളവർ അറിയേ ചെയ്യരുതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. എന്നാൽ ഇത് അനേകരുടെ ജീവിതത്തിൽ ഇന്നേക്ക് അനേകരും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന് കൊടുപ്പീൻ, ദൈവത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് ലഭിക്കും, കൊടുത്താൽ ലഭിക്കുമെന്ന്. അങ്ങനെയല്ല. വളരെയേറെ തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ അറിയും. കർത്താവ് നമ്മളെക്കുറിച്ച് അറിയുന്ന ഒരു ദൈവമാണ്. നാം എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ യേശുവിൻ്റെ നാമത്തിൽ നാം ആരോടെങ്കിലും അനുകമ്പ കാണിച്ചാൽ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, അത് ദൈവം വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആകയാൽ യേശുവിൻ്റെ അരികിലേക്ക് നാം കടന്നു വരുമ്പോൾ വെറും കൈയോട് നാം ആരും കടന്നു വരരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അതുമാത്രമല്ല, നമുക്ക് പിന്നെയും ഒരു സമർപ്പണമുള്ള ഒരു അമ്മയെക്കുറിച്ച് നമുക്കറിയാം. ഹന്നയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ ഹന്നയ്ക്ക് കുട്ടികളില്ലാതെ, തലമുറയില്ലാതെ, ഹന്ന ജീവിതത്തിൽ ധാരാളം അനേക സമയങ്ങൾ ഹന്ന നീറിപ്പുകയുന്ന അവസ്ഥകളിലൂടെ കടന്നുപോയത് നമുക്കെല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കറിയാം. എന്നാൽ ഈ ഹന്ന തൻ്റെ ജീവിതത്തിൽ നിരാശ, ദുഃഖം, കണ്ണുനീര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ സഹോദരിയായിരുന്ന പെനീന തന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുകയും ഏറ്റവും അധികം അപമാനിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ ഓർക്കണമേ, ഹല്ലേലൂയ, താൻ എന്താണ് ചെയ്തത്? തൻ്റെ ദുഃഖങ്ങളെല്ലാം, തൻ്റെ വേദനകളെല്ലാം താൻ ഹല്ലേലൂയ ദൈവത്തോട് താൻ നിലവിളിക്കുകയായിരുന്നു. ഓരോ നിമിഷവും താൻ ദൈവത്തോട് നിലവിളിക്കുകയായിരുന്നു. ഹല്ലേലൂയ. താൻ ആലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ പുരോഹിതനോട് താൻ പറയുമായിരുന്നു പ്രൈസ് ദി ലോർഡ് തൻ്റെ വേദനകളെല്ലാം. ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹന്ന ദൈവത്തോടൊരു സമർപ്പണം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, എൻ്റെ നിലവിളിക്ക് അങ്ങ് മറുപടി തന്നാൽ, ഹല്ലേലൂയ, എനിക്ക് അങ്ങേ ഒരു പുരുഷപ്രജയെ തന്നാൽ, ഹല്ലേലൂയ, അത് ഞാൻ അങ്ങയുടെ ആലയത്തിന് തന്നെ ഞാൻ ഏൽപ്പിച്ചു തരും, ഞാൻ സമർപ്പിക്കുമെന്ന് ഹന്ന ദൈവത്തോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹന്നയുടെ കണ്ണുനീര് ദൈവം കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഗ്ലോറി. ഹല്ലേലൂയ. ഹന്നയുടെ കണ്ണുനീര് ദൈവം കാണുവാനായിട്ട് ഇടയായി തീർന്നു എന്നത് മനസ്സിലാക്കിക്കൊള്ളണമേ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹന്നയ്ക്ക് ദൈവം ഒരു ശമൂവേലിനെ ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ ചരിത്രം നമുക്കറിയാം. ദൈവമക്കളെ, 3 വയസ്സ് വരെയും താൻ ആ കുഞ്ഞിന് ഹല്ലേലൂയ മുലകുടി മാറുന്നവരെയും ആ കുഞ്ഞിനെ ഹന്ന പരിപാലിച്ചു, പോറ്റി. എന്നാൽ അതിന് ശേഷമായിട്ട് ഹന്ന കൊണ്ടുപോയി ആലയത്തിന് തന്നെ താൻ ദൈവത്തോടും സമർപ്പിച്ചത്. ഹല്ലേലൂയ, എനിക്കൊരു പുരുഷപ്രജയെ തന്നാൽ അത് ഞാൻ നിനക്ക് തന്നെ ഞാൻ ഹല്ലേലൂയ സമർപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഹന്ന കൊണ്ടുപോയി ആലയത്തിൽ തൻ്റെ മകനെ വിടുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവമക്കളെ, നാം ചിന്തിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. പിന്നീട് നമുക്കറിയുവാൻ കഴിയുന്നത് വലിയൊരു പ്രവാചകനായി ശമൂവേലിനെ ദൈവം ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാം ശമൂവേൽ, ഹല്ലേലൂയ, ഈ ആലയത്തിൽ ശമൂവേൽ ആയിരുന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ബാലനായിരുന്നപ്പോൾ കർത്താവ്, ഹല്ലേലൂയ, ദൈവം ശമൂവേലിനെ ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ, ശമൂവേലിനെ സന്ധിക്കുന്നതായിട്ട് നമുക്കറിയാം. ശമൂവേലേ എന്ന് രാത്രിയിൽ വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, താൻ വിചാരിച്ചത് ഏലി പുരോഹിതനായിരിക്കുമെന്നാണ്. രണ്ടാമതും വിളിച്ചു. അപ്പോൾ ഏലി പുരോഹിതനോട് താൻ പറഞ്ഞു,
പറഞ്ഞു, എന്നെ ഇതുപോലെ വിളിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ പുരോഹിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, മകനെ, ഇനിയും നിനക്ക് അങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ നീ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ ഈ ശബ്ദത്തെ ദൈവത്തിന് നീ സമർപ്പിക്കണം എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഹല്ലേലൂയ. നിന്റെ ഈ ശബ്ദത്തെ നീ ഹല്ലേലൂയ ദൈവത്തിന് സമർപ്പിക്കണം. നീ എന്താണ് പറയേണ്ടത്? ഓ ഹല്ലേലൂയ, നീ പറയേണ്ടത് ഇങ്ങനെയാണ്, അടിയനിതാ, അടിയനെ പണിയണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന പ്രഭാതത്തിൽ ദൈവമക്കളെ, സമർപ്പണമുള്ള ഒരു ഹൃദയം നമുക്കെല്ലാവർക്കും ദൈവം തരുമാറാകട്ടെ. ഹല്ലേലൂയ. നാം എത്രയെല്ലാം പ്രാർത്ഥിച്ചാലും, എത്രയെല്ലാം പാടിയാലും, എത്രയെല്ലാം നാം പ്രസംഗിച്ചാലും, എന്തെല്ലാം നാം ചെയ്തു കൂട്ടിയാലും, എന്തെല്ലാം നാം ഏഴകൾക്ക് ദാനധർമ്മം ചെയ്താലും, ഹല്ലേലൂയ, നാം ദൈവത്തിൻ്റെ ഹല്ലേലൂയ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാൻ കഴിയുകയില്ല. കാരണം എന്തെന്നാൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് കീറി മുറിക്കണം നമ്മുടെ ഹൃദയങ്ങളെ. ഹല്ലേലൂയ. യോവേൽ പ്രവചനത്തിൽ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കി നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കരച്ചിലോടെ, വിലാപത്തോടെ, ദുഃഖത്തോടെ, കണ്ണുനീരോടെ കൂടി കടന്നു വരണം. കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ കീറണം, നമ്മൾ ഹൃദയങ്ങളെ കീറി മുറിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രയോജനമുള്ള ഹൃദയമായി നമ്മുടെ ഹൃദയത്തെ മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അങ്ങനെ നാം ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മുടെ സമർപ്പണമുള്ള ഹൃദയമായി മാറും. ഗ്ലോറി, ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ തുടങ്ങും. കർത്താവ് നമ്മളെ സന്ദർശിക്കുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളെ കർത്താവ് നമ്മളെ വെളിപ്പെടുത്തുവാൻ തുടങ്ങും. ഈ നാളുകളായിട്ട് ഹല്ലേലൂയ ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം സമർപ്പണ ഹൃദയത്തോടെ. ഹല്ലേലൂയ. ദൈവഹിതത്തിനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നാം ഓരോരുത്തരും ദൈവഹിതത്തിനായി നമ്മളെ ഏൽപ്പിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി ഒരു വലിയ നിത്യത ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ഒരു വലിയ രാജ്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്കെല്ലാവർക്കും ഒരുങ്ങാം, ഉണരാം. വിശുദ്ധിയോടെ, വേർപാടോടുകൂടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കാലൽ നേരം അല്ലെങ്കിൽ ഈ പ്രഭാതവേള നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ആ കർത്തൃക്കൾ പ്രിയമാണവர்களே, இந்த அதிகாலவேளையில் கர்த்தராகிய இயேசு கிறிஸ்துவின் நாமத்தினாலே அவருடைய சமூகத்தில் நம்மளை அர்ப்பணிக்கும் பொழுது ஹல்லேலூயா, நம்மளுடைய இதயங்களை பார்க்கிற தேவன் அவர். பிரைஸ் தி லார்ட், ஹல்லேலூயா. நாம் உலகத்தினுடைய முக்கிலும் மூலையிலும் எந்த இடத்தில் நாம் இருந்தாலும் தேவனாகிய கர்த்தர் நம்மை பார்த்து கொண்டிருக்கிறார். பிரைஸ் தி லார்ட், ஹல்லேலூயா. அவர் நம்மை பார்த்து கொண்டிருக்கிற தேவனாக இருக்கிறார். கர்த்தருடைய பிள்ளைகளே, ஆனபடியினாலே இது கடைசி காலம். அவருடைய வருகை சமீபமாயிருக்கிற நாட்கள் இது. அவருடைய வருகைக்காக நாம் ஒவ்வொருவரும் ஆயத்தமாய் இருக்க வேண்டியது மிக 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 அவசியமாக இருக்கிறது. பிரைஸ் தி லார்ட், ஹல்லேலூயா. ஆனபடினால் கர்த்தருடைய ஹிதத்துக்காக, அவருடைய இஷ்டத்துக்காக, அவர் நம்ம மேல் வைத்திருக்கிறதான திட்டம் என்னவோ அதை நிறைவேற்றும்படியாக அவருடைய சமூகத்தில் நம்மளை அர்ப்பணிப்போமா? ஹல்லேலூயா. இந்த அதிகால வேளையில் கர்த்தர் உங்களை அனைவரையும் സന്ധിപ്പാറാക. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഈ കേട്ട വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഹിതത്തിനായി, കർത്താവിൻ്റെ ഇഷ്ടത്തിനായി, ഹല്ലേലൂയ, കർത്താവ് നമ്മളോട് പ്രവർത്തിക്കേണ്ടതിനായി, കർത്താവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായി നമ്മളെ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ഇന്നത്തെ പ്രഭാതം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും എന്നോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കുക പ്രിയരെ. അനുഗ്രഹം ഹല്ലേലൂയ നമ്മമേൽ കർത്താവ് പകരുമാറാകട്ടെ. നമ്മൾ ഏത് ദേശത്തിൻ്റെ ഏത് വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട്, എവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്നെ ശബ്ദം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവോ, സമർപ്പിക്കുക ദൈവഹിതത്തിനായി. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. കർത്താവ് നമ്മളോട് സംസാരിക്കും. കർത്താവ് നമ്മളോട് ഇടപെടുന്ന ഒരു ദിനമായി മാറട്ടെ. ഇന്നത്തെ ഈ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഹല്ലേലൂയ. ഇന്നത്തെ പ്രഭാതം കർത്താവേ അങ്ങയുടെ ഹിതത്തിനായി ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. കർത്താവ് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചു മാനിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളോട് കർത്താവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അമ്മ മകനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അയച്ചു കൊടുക്കുവാൻ, ഏൽപ്പിക്കുവാൻ സമർപ്പിച്ചതുപോലെ ആ മകനും ഹല്ലേലൂയ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം യേശുവിന് വേണ്ടി, യേശുവിൻ്റെ കരങ്ങളിൽ എത്തിക്കേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ താൻ സമർപ്പിച്ചതുപോലെ ആ ഹന്നയുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ. കർത്താവ് ഹന്നയ്ക്ക് ഒരു മകനും ഒരു തലമുറയെ ദൈവം തന്നാൽ അത് ദൈവത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുമെന്ന് ഹന്ന ചിന്തിച്ചതുപോലെ തൻ്റെ ജീവിതത്തിലും ദൈവം ഒരു വലിയൊരു അത്ഭുത പ്രവൃത്തി ചെയ്തതുപോലെ ഇന്ന് പ്രഭാതത്തിൽ അടിയൻ്റെ ഈ സന്ദേശം കേട്ട് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ വേണ്ടി ആരെങ്കിലും സമർപ്പണ ഹൃദയത്തോടുകൂടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന രാജ,
സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞാരും രക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ഈ പ്രഭാതം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതട്ടെ. പ്രൈസ് ലോർഡ്. നമ്മളെല്ലാവരും സമർപ്പണമുള്ള ഹൃദയമായി, ഹല്ലേലൂയ, വിശുദ്ധിയോടും വേർപാടോടും കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയനായ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.